നമുക്ക് പിന്നാലെ നമ്മളെക്കാൾ കഴിവുള്ളവർ വരികയും അവരത് പൂർത്തിയാക്കുകയും ചെയ്യുമെന്ന്. അമ്മയ്ക്ക് എന്തോ അപായം സംഭവിക്കാൻ സാധ്യതയുണ്ടെന്ന് അമ്മ മനസ്സിലാക്കിയിരുന്നു കിരൺ. അതുകൊണ്ട് മേനോനെ കുറിച്ചുള്ള തെളിവുകൾ അമ്മ ഫയലിലാക്കി സൂക്ഷിച്ചു. താൻ എന്നെ ഇങ്ങനെ ഡിസ്ട്രാക്ട് ചെയ്യാതെ ഞാനത് ഷെയർ ചെയ്തിട്ടുണ്ടല്ലോ, അതൊന്ന് നോക്കി അത് ക്രാക്ക് ചെയ്യാൻ പറ്റുമെന്നൊന്ന് ശ്രമിക്ക്. ഇത് ഫയൽ നമ്പർ അല്ലെങ്കിൽ പിന്നെ എന്താണെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. അഖില AI ടൂൾസ് വെച്ച് നോക്കിയിട്ടും രക്ഷയില്ലെന്നാ പറഞ്ഞേ. ഇതെന്റെ അമ്മ എഴുതിയതാ. ഇതെന്താണെന്ന് എന്റെ ഉള്ളിൽ തെളിയും. ഞാൻ എന്റെ അമ്മയുടെ അംശം തന്നെയല്ലേ. എന്താണോ എന്തുപറ്റി? ഞാൻ അമ്മയെ സ്വപ്നം കണ്ടു കിരൺ. താൻ അത് തന്നെ ആലോചിച്ച് അമ്മയെക്കുറിച്ച് സംസാരിച്ചോണ്ടല്ലേ ഉറങ്ങിയത്? അതുകൊണ്ടാ. എന്താടോ അമ്മ സ്വപ്നത്തിൽ അത് എന്താന്ന് പറഞ്ഞു തന്നോ? ഇല്ല. പിന്നെന്താ താനത് നോക്കുന്നേ? അമ്മ പണ്ടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്ത് കാര്യം? നമ്മൾ ഏറ്റെടുത്തൊരു കാര്യം പൂർത്തിയാക്കാൻ സാധിക്കില്ല എന്ന് ഉറപ്പ് തോന്നിയാലും നമ്മളിത് വിട്ടുകളയരുത്. മാക്സിമം ട്രൈ ചെയ്യണം. ബാക്കി കാലത്തിനായി വിട്ടുകൊടുക്കണം. നമുക്ക് പിന്നാലെ നമ്മളെക്കാൾ കഴിവുള്ളവർ വരികയും അവരത് പൂർത്തിയാക്കുകയും ചെയ്യുമെന്ന്. അമ്മയ്ക്ക് എന്തോ അപായം സംഭവിക്കാൻ സാധ്യതയുണ്ടെന്ന് അമ്മ മനസ്സിലാക്കിയിരുന്നു കിരൺ. അതുകൊണ്ട് മേനോനെ കുറിച്ചുള്ള തെളിവുകൾ അമ്മ ഫയലിലാക്കി സൂക്ഷിച്ചു. അത് കണ്ടെത്താനായി അച്ഛന്റെ പഴയ ഡയറിയിൽ വെച്ചു. വീട്ടിൽ ആരോടും
ഒരു കേസിനെ കുറിച്ചും ഒന്നും പറയാത്ത അമ്മ അച്ഛന്റെ പഴയ ഡയറിയില് ഇങ്ങനൊരു എഴുത്ത് വെച്ചത് ആരെങ്കിലും എന്നെങ്കിലും അത് കണ്ടെത്തുമെന്ന് കരുതി തന്നെയാകും. താൻ പറയുന്നല്ല ശരിയായിരിക്കാം. എന്നാലും ഇതെന്താണെന്ന് ആർക്കെങ്കിലും മനസ്സിലായാലല്ലേ അതുകൊണ്ട് പ്രയോജനമുള്ളൂ. ആം, നമുക്കൊന്നുകൂടി ട്രൈ ചെയ്യാം. അമ്മ ഇത് എഴുതുന്നത് കുറെ വർഷങ്ങൾക്ക് മുൻപാ. അന്ന് അമ്മയുടെ മാനസികാവസ്ഥ എന്തായിരുന്നു എന്ന് ചിന്തിച്ച് നമുക്കൊന്ന് ട്രൈ ചെയ്യാം. MN മേനോൻ. F ഫയൽ. ഇനി ബാക്കി നമ്പറുകൾ. ഇതിന്റെ ഇടയിലെ സ്ലാഷുകൾ മാറ്റിയ ഇതൊരു 6 അക്ക നമ്പർ. അതായിരുന്നു ആ സമയത്തെ ഫോൺ നമ്പറുകൾ. അത് ശരിയാ. പക്ഷേ എല്ലാ എക്സ്ചേഞ്ചുകളിലും ഈ 6 അക്ക നമ്പറുകൾ ഫോൺ നമ്പറുകളായിട്ടുണ്ടാവില്ലേ? ഉണ്ടാവും. അപ്പോ അതിനു മുന്നില് 4 അക്കങ്ങളുള്ള കോഡ് നമ്മൾ ഉപയോഗിച്ചിരുന്നു. ഇവിടെ കോഡില്ലാത്ത സ്ഥിതിക്ക് ഇത് ആ ഏരിയയിലെ ലോക്കൽ നമ്പർ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ ഏരിയ കോഡൊന്ന് ചേർത്ത് നമുക്കൊന്ന് ട്രൈ ചെയ്താലോ? ആ ഫോൺ ഇതാ. ഈ നമ്പർ നിലവിലില്ല. ദയവായി നിങ്ങൾ ഡയൽ ചെയ്ത നമ്പർ പരിശോധിക്കുക. നമ്പർ നിലവിലില്ല. ഇക്കാലത്തൊക്കെ ആരാടോ ലാൻഡ് ലൈൻ ഉപയോഗിക്കുന്നത്? എല്ലാവരുടെ കയ്യിലും മൊബൈലല്ലേ? അന്ന് ലാൻഡ് ലൈൻ സാധാരണ ആയിരുന്നു. മൊബൈൽ ഉണ്ടായിരുന്നെങ്കിലും ഇത്രയും പ്രചാരമില്ല. ടെക്നോളജി ഇത്രയും മാറുമെന്ന് ആ സമയത്ത് ആരും ചിന്തിക്കില്ലല്ലോ. അതൊരു പോയിന്റാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ നമ്പറിന്റെ പിന്നാലെ ഒന്ന് പോയി നോക്കാം, അല്ലേ?